ഞാനിന്ന് തിരുവനന്തപുരം വരെയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലൂടെ ഞാൻ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ പൈശാചികമായ ഒരു കാഴ്ച കാണാനിടയായി. എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമൊന്നുമല്ല. ആശാ വർക്കർമാരെ എല്ലാം നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ഈ ആശാ വർക്കർമാരെല്ലാം ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ 28ാമത്തെ ദിവസം ഇന്ന് സമരപന്തലിലാണ്. സമരപന്തലിലെന്ന് പറഞ്ഞാൽ വലിയൊരു ഘട്ടമാണ്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഈ കോവിഡ് കാലഘട്ടം എല്ലാം കഴിഞ്ഞു പോയി. പക്ഷെ അതെല്ലാം എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതിൽ ഒരു 99% അതിൽ പ്രവർത്തിച്ച ഈ ആശാ വർക്കർമാരാണ്. എല്ലാ വീടാന്തോറും കയറി ഇറങ്ങി മരുന്നുകളും അതും ഇതും എല്ലാം കൊണ്ടുവന്ന് കൊടുക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ഈ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിനെ 1ാം സ്ഥാനത്തിൽ നിലനിർത്തിയ ഒരു ആശാ വർക്കർമാരുടെ നില ഞാൻ നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണിച്ചു തരാം. അവർ സമരപന്തലിലാണ്. 28 ദിവസമായിട്ട് അവർ സമരത്തിലാണ്. ഓരോ വീടുകളിലും അവർക്ക് വീടുകളിൽ പോകാൻ പറ്റാതെയും അതിൻ്റെ ഭാഗമായിട്ട് 2 മാസത്തെ ശമ്പള കുടിശ്ശിക അവർക്കിപ്പോൾ ഗവൺമെൻറ് തലത്തിൽ നിന്നും കിട്ടി എന്ന് പറയുന്നു. അവർക്ക് ഇപ്പോൾ വേണ്ടത് അവർക്ക് ആനുകൂല്യം വേണം. ദിവസ വേതനത്തിൻ്റെ ശമ്പളം ഒന്ന് കൂട്ടണം എന്നുള്ള ഒരു നിലപാടിലാണ് അവരിപ്പോൾ ഇവിടെ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ അവർ സമരപന്തലിലുള്ളത്.